and interpersonal skills, which are valuable in HR. As a fresher, your salary expectations are very high. ഈ ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ BEd MAd ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് HR വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ ആണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അതിനകത്ത് ഈ പെൺകുട്ടി പറയുന്ന ഉത്തരത്തിനേക്കാൾ ഉപരിയായിട്ട് അയാളുടെ ബോഡി ലാംഗ്വേജും ഐ കോണ്ടാക്റ്റും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ആ കുട്ടി ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. While my degree is in education, I've developed strong communication and interpersonal skills, which are valuable in HR. നമ്മളൊരു പുതിയ കമ്പനിയിൽ പുതുതായിട്ട് ജോലിക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു എക്സിസ്റ്റിംഗ് ടീം മിക്കവാറും ഉണ്ടായിരിക്കും. അപ്പൊ അതായത് നമ്മൾ കൂടെ വർക്ക് ചെയ്യേണ്ട ആൾ ഈ അവരുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോവുക, അവരുമായിട്ടൊരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കുക, അവരുമായിട്ട് അലൈൻ ചെയ്തു പോവുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കാര്യം ശരിയാകാത്തത് കൊണ്ട് പല കുട്ടികൾക്കും കരിയറിൽ മാറ്റം വരാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സാധാരണമാണ്. How do you handle differences in opinion within a team? I believe differences in opinion are opportunities for growth. I'd listen to the other perspective, share my thoughts, and work together to find a solution that benefits everyone. അടുത്തത് സാലറി നെഗോസിയേഷൻസ്. സാലറി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളൊരു സാലറി റേഞ്ച് കണ്ടിട്ടായിരിക്കുമല്ലോ, ഒരു പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അവിടെയുള്ള ഒരു സാലറി റേഞ്ച് കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് കൺഫേം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൺഫേം ചെയ്യുന്നത് ആദ്യത്തെ കോളിൽ തന്നെ ആയിരിക്കണം. What is your salary expectations? I'm open to discussing this further based on the company's budget and policies. ഇന്റർവ്യൂവിന്റെ സമയത്ത് സാലറിക്കകത്തൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, കമ്പനി അഡ്വർടൈസ് ചെയ്ത റേഞ്ചിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഐ ആം ലുക്കിംഗ് ഫോർ 5 lakhs per annum എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റേഞ്ച് കൊടുക്കാം. So what are your salary expectations? I'm expecting a salary in the range of 4 to 5 lakh per annum, considering my skills and experience. റേഞ്ച് കൊടുക്കുമ്പോൾ എപ്പോഴും ആ റേഞ്ച് ആ രണ്ട് ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുറവായിരിക്കും. 5 to 10 lakhs എന്ന് പറയുമ്പോൾ അതൊരു വലിയ റേഞ്ച് ആയിരിക്കും. അങ്ങനെ പറയരുത്. അതിൽ 5 to 7 lakhs അല്ലെന്നുണ്ടെങ്കിൽ 8 to 10 lakhs ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ റേഞ്ചുകൾ ഉപയോഗിക്കുക. ഈ കമ്പനിയിൽ ഇത്തരം കമ്പനികളിൽ ഏത് റേഞ്ചിലുള്ള സാലറിയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഓഫർ ചെയ്യുന്നത് എന്നുള്ള ഒരു നല്ലൊരു റിസർച്ച് നടത്തിയിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ. As a fresher, your salary expectations are very high. Can you justify it? Yes, I believe my skills and certifications warrant the request. And also I've researched industry standards and believe my skills justify this range. Okay. I'm flexible and open to discussing based on the company's budget.